തിരുവനന്തപുരം സർക്കാർ ലോ കോളേജിലെ അനധികൃത നിർമ്മാണത്തിൽ SFI നേതാക്കൾക്ക് സസ്പെൻഷൻ. രക്തസാക്ഷി സ്തൂപം നീക്കം ചെയ്യണമെന്നാണ് പ്രിൻസിപ്പൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശനിയാഴ്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്തൂപം ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് ഈ നടപടി. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തത്സമയം. ഉമേഷ്, ഈ സ്തൂപം അപകടമായോ? പറയൂ. ഗുഡ് മോർണിംഗ്. അല്പം മുൻപ് നമ്മൾ പ്രിൻസിപ്പളുമായി സംസാരിച്ചിരുന്നു. ഇത്തരത്തിൽ അനുമതി വാങ്ങാതെയാണ് അത്തരത്തിൽ രക്തസാക്ഷി സ്തൂപം നിർമ്മിച്ചത്, അതുകൊണ്ടാണ് നടപടി എടുത്തത് എന്നുള്ളതാണ് പ്രിൻസിപ്പൽ പറയുന്നത്. എന്തായാലും അസാധാരണ നടപടിയാണ്. സാധാരണഗതിയിൽ കോളേജുകളിൽ ഇത്തരത്തിൽ രക്തസാക്ഷി സ്തൂപങ്ങളെല്ലാം നിർമ്മിക്കാറുണ്ട്. ഈ മറ്റ് യൂണിയൻ നേതാക്കളെല്ലാം ആരെങ്കിലും മരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അനുസ്മരിച്ചുകൊണ്ടുള്ള സ്തൂപങ്ങൾ നിർമ്മിക്കാറുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇവിടെ ശനിയാഴ്ച ഈ രക്തസാക്ഷി സ്തൂപം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അസാധാരണ നടപടിയുമായി പ്രിൻസിപ്പൽ രംഗത്തെത്തിയത്. ഇതിൽ 4 പേരെ സസ്പെൻഡ് ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി, ലോ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറിയായ അൽ സഫർ നവാസ്, ഒപ്പം പ്രസിഡന്റ് സഫർ ഗഫൂർ, പ്രവർത്തകരായ അർജുൻ PS, വേണുഗോപാൽ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അടിയന്തരമായി ഈ സ്തൂപം നീക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 24 മണിക്കൂറിനകം സ്തൂപം നീക്കം ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സ്തൂപം നീക്കം ചെയ്തില്ലെങ്കിൽ തുടർ നടപടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും പറയുന്നുണ്ട്. ഏതായാലും അനധികൃതമായി ഭൂമി കയ്യേറി, ഒപ്പം അച്ചടക്ക നടപടി ഉണ്ടായി എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി എടുത്തിരിക്കുന്നത്. എന്തായാലും SFI ഇതിലെങ്ങനെ പ്രതികരിക്കും തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് SFI യൂണിയൻ പ്രതികളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. SFIയുടെ യൂണിയനാണ് ലോ കോളേജിൽ ഭരിക്കുന്നത്. ഇവിടുത്തെ യൂണിയൻ സെക്രട്ടറി മുൻപ് ഈ കോളേജിലെ യൂണിയൻ ചെയർമാൻ കൂടിയായിരുന്നു. എന്തായാലും 4 പേരെ സസ്പെൻഡ് ചെയ്തു. തുടർ നടപടി ഉണ്ടാകുമോ, ആ സ്തൂപം പൊളിച്ചു മാറ്റുമോ, എന്താണ് SFIയുടെ നീക്കം എന്നുള്ളതും നിർണായകമാണ്. SFI സ്തൂപം പൊളിച്ചു മാറ്റിയില്ല എങ്കിൽ പ്രിൻസിപ്പൽ സ്വന്തം നിലയിൽ നിർദ്ദേശമനുസരിച്ച് സ്തൂപം പൊളിച്ചു മാറ്റാൻ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ സംഘർഷത്തിലേക്കെല്ലാം കാര്യങ്ങൾ നീങ്ങാനും സാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.